അയ്യോ അമ്മേന്റെ വയറേ, ഞാനിപ്പോ ചാവേ, എനിക്ക് വയ്യ. ഹലോ ഹലോ, ഒന്ന് പെട്ടെന്ന് വരുവോ? വാതിൽക്കെത്തി. വാതിലല്ലെത്തി, എന്റെ വയറ്റിലെത്തി. അല്ല, വാതിലപ്പുറത്തുണ്ട്, ഞാൻ തുറന്നതേ. ഒന്ന് കേറി വാടോ. ഓക്കെ. ഹലോ, ഗുഡ് ഈവനിങ്. എനിക്ക് അത്ര ഗുഡല്ല. ഇവിടെ എത്ര നേരമായിട്ട് വിളിക്കുവാണ്. ഇവിടെ വിശന്നിട്ട് മനുഷ്യന്റെ കണ്ണ് കാണാൻ പാടില്ല, അറിയോ? കണ്ണ് കാണാലേ. തമാശ എടുക്കരുതേ. എന്നെ എത്രയായി? ഒരു ചിരി. ഒരു ചിരി മതിയോ? അല്ല, ഒരു ചിരി ഇരിച്ചിരി മെമ്പർ ചെയ്യല്ലേ. സുർമി ചേച്ചിയല്ലേ? സുർമി അല്ല, ഉർമി. സൂമി. എനിക്ക് ഇപ്പഴാണ് ആളെ മനസ്സിലായത്. ഇപ്പഴെങ്കിലും മനസ്സിലായല്ലോ. അതെ, ഞാൻ എല്ലാ ദിവസവും നിങ്ങളുടെ പ്രോഗ്രാം കാണാറുണ്ട്. എല്ലാ ദിവസവും ഞാൻ നിങ്ങളുടെ പ്രോഗ്രാം മുഴുവനായിട്ട് കാണാറുണ്ട്. ശനി ഞായർ ഞങ്ങളുടെ പ്രോഗ്രാം ഇല്ലല്ലോ. ഇത് ഈ ശുദ്ധഹാസം ഞാൻ ടിവിയിൽ മാത്രമേ കാണാറുള്ളൂ. നേരിട്ട് കേൾക്കാൻ ഒരുപാട് സന്തോഷമുണ്ട്. അതെ, ദേഷ്യപ്പെട്ടോണ്ട് ഒന്നും തോന്നരുത് കേട്ടോ. അത് കുഴപ്പമില്ല. ഞാൻ ചേച്ചിയുടെ വലിയൊരു ഫാനാണ്. ഞാൻ ചേച്ചിയുടെ എപ്പിസോഡ് കണ്ടില്ല, 5-6 പ്രാവശ്യം റിപ്പീറ്റ് കാണാറുണ്ട്. അയ്യോ, ഫാനാണെന്ന് പറഞ്ഞോണ്ട് 5-6 കാണേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടല്ല, നിങ്ങളുടെ സ്കിറ്റ് ഉണ്ടല്ലോ, ഒരു 2 വട്ടം കണ്ടാൽ ഞാൻ മനസ്സിലാവും. ഒരു 5-6 വട്ടം കണ്ടാൽ നിങ്ങളുടെ കോമഡി എന്താണെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ്. ഫുഡ് കൊണ്ട് തരാമെന്ന ആളല്ലേ, അല്ലാതെ സ്പെഷ്യൽ ഗസ്റ്റ് ഒന്നും അല്ലല്ലോ കമന്റ് പറയാനായിട്ട്. അതല്ല, ഫോട്ടോ എടുത്തോട്ടെ. സെൽഫി തന്നെ ആയിക്കോട്ടെ. അല്ല, സെൽഫി അല്ല, നമ്മൾ കസ്റ്റമറോട്ട് ഒരു ഫോട്ടോ എടുത്ത് കമ്പനിക്ക് അയച്ചോ. അതുകൊണ്ടിട്ടാണ്. ഒന്നല്ല പ്ലീസ്. ഓക്കെ, താങ്ക് യു. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഒരു കാര്യം പറട്ടെ. നിങ്ങളുടെ മറ്റേ സ്കിറ്റ് ഇല്ലേ, സൈക്കോടെ സ്കിറ്റ്, സ്കിറ്റ് ഇതെന്താണിത്? സൈക്കോടെ സ്കിറ്റ് ഇഷ്ടമാണെന്ന് പറഞ്ഞു. സൈക്കോടെ സ്കിറ്റാണ് ഇഷ്ടം പറഞ്ഞു. പക്ഷെ ഈ ചിരിണ്ടല്ലോ ഭയങ്കര ബോറാണ്. അത് എന്റെ കൂടെ നിൽക്കുന്ന ആ ഷെജീർ എന്ന് പറയുന്ന പേരല്ലേ, ആ പുള്ളിക്ക് ഒറ്റ നിർബന്ധം ഞാൻ ഇങ്ങനെ തന്നെ ചിരിക്കണം. കഷണ്ടിത്തല മാറ്റാൻ പാടില്ലേ? കഷണ്ടിത്തല ഇനി മാറുമോ? അല്ല, കഷണ്ടിത്തല മാറ്റാതെ പുള്ളിനെ മാറ്റാൻ പാടില്ല. പുള്ളി എല്ലാ ദിവസവും സ്കിറ്റ് വരുമ്പോ 1 മീറ്ററാണ് പുള്ളി. അയ്യോ, നല്ല ആർട്ടിസ്റ്റാ. സത്യം പറഞ്ഞാൽ പുള്ളി ഇപ്പൊ സ്ഥലത്തില്ല. പുള്ളി എവിടെ പോയി? സ്കൂൾ ഓഫ് ഡ്രാമ ക്ലാസ് എടുക്കാൻ പോയിക്കോ. ഒരു സ്കിറ്റ് എങ്ങനെ തെറ്റാതെ അവതരിപ്പിക്കാം എന്ന് വരും പുള്ളി. അതറിയത്തില്ല. 3 തവണ ക്ലാസ് തെറ്റിച്ചിട്ട് അവരെ അവിടെ പിടിച്ചു നിർത്തിയേക്കുന്ന കേട്ടോ. ഈ ബമ്പർ ചിരി കൊണ്ടുള്ള മാറ്റം ഉണ്ടായ? മാറ്റമല്ല, മാറ്റം ഉണ്ടാകുന്ന സിനിമയിലുള്ള ചാൻസും കിട്ടിയിട്ടുണ്ടോ? അയ്യോ, സിബി മലൈ സാറാണെങ്കിൽ എന്നും വിളിയ ഡേറ്റ് ചോദിച്ചിട്ട്. എന്താ പുള്ളി വീട്ടിൽ കലണ്ടറില്ലേ? അല്ല, ഡേറ്റ് വെച്ചിട്ട് സിബി മലൈ സാർ വിളിക്കാന്ന് പറഞ്ഞു. വെച്ചാണ് ഞങ്ങൾ ഇങ്ങനെ കിട്ടുന്ന കൗണ്ടർ ആയിട്ടോ സ്കിറ്റിലേക്ക് ഉൾപ്പെടുത്തുന്നത്. ജഡ്ജസ് ഒക്കെ ആയിട്ട് എങ്ങനെയാണ്? ജഡ്ജസ് ഒക്കെ ആയിട്ട് മുട്ടിഞ്ഞ കമ്പനിയാ. സത്യം പറഞ്ഞ ഈ സാബുചേട്ടൻ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന പല കൗണ്ടറും ഇപ്പൊ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. അതായത് അചകചാന്തരം കണ്ടിട്ടുണ്ടോ? അചകചാന്തരം സിനിമ കണ്ടിട്ടുണ്ടോ? അയ്യോ, അതിലൊരു പടക്കം മുട്ടുന്ന കൗണ്ടർ ഞാൻ പറഞ്ഞു കൊടുത്തതാ. അല്ല, ആ സിനിമയിൽ സാബുചേട്ടൻ കോമഡി പറയുന്നില്ലല്ലോ. ആ പടക്കം മുട്ടുന്ന വെച്ചാൽ കേൾക്കാഞ്ഞിട്ടാ മൈന്യൂട്ട് സാധനം നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം അത് കേൾക്കാൻ. അപ്പൊ എന്താ, ഞാൻ വേറെ കാര്യം പറയട്ടെ. ഞാനേ എന്റെ വീട്ടില് എന്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിനെ. എന്നൊക്കെ കൂടുതൽ ഫാൻ എന്റെ അമ്മയാണ്. അപ്പൊ ഞാനൊരു മിനിറ്റ് ഞാൻ അമ്മേനൊന്ന് വീഡിയോ കോൾ ചെയ്തോട്ടെ? കുഴപ്പമില്ല, ഭയങ്കര സർപ്രൈസ് ആയിരിക്കും. ഹലോ അമ്മ. ഹലോ, അമ്മയ്ക്ക് ഒരു കിഡ്ലൻ സർപ്രൈസ് ഞാൻ വെച്ചിട്ടുണ്ട്. എന്താടാ? എന്റെ അടുത്തൊരാൾ നിപ്പുണ്ട്, കണ്ടാ ഞെട്ടരുത്. കണ്ടോ? ആരുടെ നീ? എന്റെ മോനോട് എന്താണ് പരിപാടി? ടെലിഫോണ്. അമ്മ, ഇത് സുമിയാണമ്മ. ഏത് ചുമി? വല്ലോളന്മാരെ പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ബാക്കിയാൻ പറ. ഇങ്ങോട്ട് വാന്നേയ. എന്റെ പൊന്നു. അതെ, അമ്മ ആരെയും വഴക്കുറഞ്ഞേ? അമ്മ എന്നെ വഴക്കുറഞ്ഞ അതിൽ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്. സുമി എന്ന് പറഞ്ഞ അമ്മയ്ക്ക് പ്രാന്ത. കേട്ടപ്പോഴേ മനസ്സിലായി പ്രാന്താന്ന്. അതല്ല, വേറെ കാര്യമുണ്ട്. അമ്മയല്ല, അമ്മൂമ്മണ്ടല്ലോ, നമ്മുടെ ബമ്പർ ചിരിയുടെ സ്ഥിര ആരാധികയാണ്. പിന്നെ എല്ലാ ദിവസവും ബമ്പർ ചിരി കാണും. ഒരു ദിവസം രാത്രി ഉണ്ടല്ലോ, ബമ്പർ ചിരി കണ്ടിട്ട് ചിരിച്ചിട്ട് അമ്മൂമ്മ രാത്രി ഉറങ്ങിയില്ല. നേരെ വെളുത്തപ്പോ ഞങ്ങൾ എല്ലാവരും കൂടി കരഞ്ഞ് ഒരു വഴിക്കായി. രാത്രി എന്താ അമ്മൂമ്മ ചിരിച്ചല്ല, ചിരിച്ച് മരിച്ചുപോയി. അതങ്ങനെ ശരിയാവും. ചിരി ആയുസിന്റെ ബലം കൂട്ടുന്നില്ലേ? പക്ഷെ അടുത്ത എപ്പിസോഡ് കാണാനുള്ള ആയുസ് ദൈവം കൊടുത്തില്ലല്ലോ. എന്തിനാണ്? ഹലോ അമ്മൂമ്മ, സുമയാണേ. 16 ആഘോഷിക്കുന്ന അമ്മൂമ്മയ്ക്ക് എന്റെ എല്ലാവിധ ആദരാഞ്ജലികളും. ഇത് ഞാൻ എങ്ങനെ അങ്ങോട്ട് പറഞ്ഞിരിക്കുന്നു സ്റ്റാറ്റസിന് വേണ്ടിട്ട്. ഒരു ഡൗട്ട് എനിക്ക് എപ്പോഴും ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ബമ്പർ ചിരി കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രൈസ് കിട്ടൂലേ? അപ്പൊ ഈ തരുന്ന നോട്ടുണ്ടല്ലോ, അത് ഒറിജിനലാണ്? അതെ, അവരവിടെ ഇരിക്കുന്നത് ബമ്പർ അടിക്കാനാണ്, അല്ലാതെ കള്ളനോട്ട് അടിക്കാനല്ല. എല്ലാവർക്കും ഇത് തന്നെ അറിയണം. അതൊക്കെ. പക്ഷെ ഞാൻ എല്ലാ ദിവസവും എപ്പിസോഡ് കാണുമ്പോഴല്ല നിങ്ങളുടെ ടീമിന് മാത്രം എന്താണ് ബമ്പർ കുറവാണ്? ഞങ്ങൾ മനഃപൂർവ്വം മേടിക്കാതെ. എന്താണെന്നറിയാം, പേരുടെ കാര്യം അറിയാലോ. പുള്ളിക്ക് ഈ ബമ്പർ പൊട്ടുന്ന ഒച്ച പേടി, മിനിക്കം കണ്ണിലോട്ട് വരുമ്പോ തല കറക്കം, അതുമല്ല പ്രായത്തിന്റേതായിട്ട് ഒരു ഓർമ്മക്കുറവും പുള്ളിക്കുണ്ട്. പക്ഷെ ഞാൻ ടി വി കാണുമ്പോ മറക്കണൊക്കെ ചേച്ചിയാണല്ലോ. അയ്യോ, ഞാൻ ഇന്നേ വരെ ഒരു സ്കിറ്റ് ഈ ഇടയ്ക്ക് തന്നെ മറന്നുപോയല്ലേ? മനസ്സിലായി, ആളെ മറക്കുന്ന വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. എന്റെ കുഞ്ഞമ്മയ്ക്ക് ഒരു മോളുണ്ട്. ആ മോൾ എന്ന് പറഞ്ഞാൽ ബമ്പർ ചിരി വരാൻ വേണ്ടി ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരിക്കണം. ആർക്ക് വേണേലും ബമ്പർ ചിരി രക്ഷപ്പെടുത്താൻ പറ്റും. അതായത് സുമി ചേച്ചിയുടെ സൗണ്ട് സുമി ചേച്ചിയുടെ പോലെ തന്നെ. പക്ഷെ സുമി ചേച്ചിനൊക്കെ ഒരു പിടി മുമ്പിലാണ് അവരഭിനയം. ഒന്നും രക്ഷപ്പെടുത്താൻ പറ്റും. സത്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞങ്ങൾ തന്നെ ഒരു സ്കിറ്റ് പഠിക്കാൻ എന്തുമാത്രം ബുദ്ധിമുട്ടാണെന്നറിയോ? 4-5 മാസം എടുക്കും. പിന്നെ ആ ഫ്ലോറിൽ നിൽക്കുമ്പോ ഒരു ടെൻഷൻ, എന്റെ പൊന്നോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ചേച്ചിക്ക് ഈ ബമ്പർ ചിരിയിൽ പുതിയ ആൾക്കാർ വരുന്നതിൽ കണ്ണേറി ഉണ്ടല്ലേ?
അതേ ടെൻഷൻ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. എന്തായാലും വന്നപ്പോ മൂല ചേച്ചിയോട് നന്ദി പറഞ്ഞു എനിക്കുണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പൊ പറയാണ്, നന്ദി. അത് പെട്ടെന്നൊരു നന്ദി. അതെന്താണെന്നറിയാമോ, എനിക്കൊരു അനിയനുണ്ടേ. അനിയൻ എന്ന് പറഞ്ഞാൽ അവന്റെ കൈ തളർന്നിരിക്കുകയാണ്. ഒരുപാട് ഡോക്ടർമാർ പറഞ്ഞു ഇത് ശരിയാക്കാൻ പറ്റില്ല, ചലിക്കൂലെന്ന് പറഞ്ഞാണ്. എന്നിട്ട് ഞാൻ എന്തെന്ന് അറിയാമോ, ഞങ്ങൾ ബമ്പർച്ചി കാണാൻ ഈ ചേച്ചിയുടെ മറ്റേ സ്കിറ്റ് ഉണ്ടല്ലോ, ഏതാണ് സൈക്കോ, ഈ സൈക്കോ സ്കിറ്റ് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അത്ഭുതം എന്ന് പറഞ്ഞാൽ അവന്റെ കൈ ചലിച്ചു. അയ്യോ, ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് മെഡിക്കൽ മിറാക്കിൾ. പക്ഷെ നേരിട്ട് ഒരാൾ ആദ്യമായിട്ടാ പറയുന്നത് കേട്ടോ. ഇതെങ്ങനെ സംഭവിച്ചു? ഞങ്ങൾ ഈ സൈക്കോ സ്കിറ്റ് കണ്ടോണ്ടിരിക്കണല്ലോ, പെട്ടെന്ന് അവന് മറ്റേ ചലിക്കാത്ത കൈ ഉണ്ടല്ലോ, അതെടുത്തിട്ട് റിമോട്ട് എടുത്തിട്ട് ഒറ്റ ഏറാണ് ടിവിക്ക്. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താണ് കാണിച്ചെന്ന് വെച്ച്. അപ്പൊ നിങ്ങളുടെ സൈക്കോയുടെ ഡയലോഗ് പറയണത്. എന്ത് ഡയലോഗ്? ഇവറ്റെല്ലാം സ്കിറ്റ് ഉണ്ടല്ലോ, എനിക്ക് സൈക്കിൾ ഇല്ലടാ. ഞങ്ങളുടെ സ്കിറ്റ് പോലെ തന്നെ ആയാലും പറഞ്ഞു മേൽ കെട്ടിക്ക് വെക്കും, എന്നിട്ട് ഒറ്റ അടിക്കാൻ നിലത്തിടും. പക്ഷെ സുമി ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എടാ, ഞാൻ നിലത്ത് കിടക്കുമല്ലേ, ഇനി ചവിട്ടി അരക്കാനായിട്ട് ഇയാൾ ഇവിടെ നിൽക്കണോ? അത് വേണ്ട, പോയിക്കോട്ടെ. ഞാൻ വീട്ടിൽ പോയിട്ട് വീഡിയോകൾ അമ്മയോട് ചെയ്യുമ്പോൾ പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് പോയി. 2-3 പൊഴുത്തിലൂടെ പോയിട്ടായിരുന്നു.